ശ്രീ പരശുരാമ കൽപ്പസൂത്രത്തിൽ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത് ആനന്ദം ബ്രഹ്മണോ രൂപം തച്ചദേഹേ വ്യവസ്ഥിതം തസ്യ അഭിവ്യഞ്ജകാഃ പഞ്ചമകാരാഃ എന്ന സൂത്രമാണ്. ഇപ്പോൾ പഞ്ചമകാരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റ് സൂത്രങ്ങളിൽ നിന്നും എടുത്തും പറയേണ്ടി വന്നു. ഇനി ഈ ഉപാസനയുടെ ലക്ഷ്യമെന്ത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞു, ഗുരുമന്ത്രദേവത ആത്മനപവനാനാം ഐക്യനിഷ്പാലനാ അന്തരാത്മ വിത്തിഹിന്ന്. ഇനി ഇവിടെ മറ്റൊരു സൂത്രം കൊണ്ട് പറയുന്നു ഭാവനാദാഢ്യാദാജ്ഞാസിദ്ധി എന്ന്. ഭാവനാദാഢ്യം വേണം, എങ്കിലേ ആ ഫലം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉപാസന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന അവസരത്തിൽ ഒരു ഭാവന ഉണ്ടായിരിക്കണം. ഭാവന മാത്രസന്തുഷ്ട ഹൃദയായേ നമോ നമഃ എന്ന് ലളിത അഷ്ടോത്തരശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നു. ഏത് ക്രിയയായിരുന്ന ശരി, അതിൻ്റെയൊക്കെ മൂലഭാവം ഒരു ഭാവനയാണ്. സത്യസങ്കല്പനായ പ്രജാപതിയുടെ സങ്കല്പമാണ് ഈ സൃഷ്ടിയായി തീർന്നത് എന്നാണ്. ലോകത്ത് കാണുന്ന സ്ഥാവര ജംഗമങ്ങളായ സകല സൃഷ്ടികളും പ്രജാപതിയുടെ സങ്കല്പമാണ്. അസാരേ കാവ്യസംസാരേ കവിരേക പ്രജാപതി എന്നാണ്. അസാരമായിരിക്കുന്ന കാവ്യസംസാരത്തിൽ, കാവ്യമാകുന്ന പ്രപഞ്ചത്തിൽ കവിയാണ് പ്രജാപതി. ഒരു കവിയുടെ സങ്കല്പമാണ് കാവ്യമാകുന്ന പ്രപഞ്ചം ഉണ്ടായിത്തീരുന്നത്. ഇവിടെയും ഉപാസകൻ്റെ സങ്കല്പമാണ് പൂജയുടെ ഫലമുണ്ടാക്കിയെടുക്കുന്നത്. ശ്രീചക്ര പൂജ ചെയ്യുകയാണെങ്കിൽ അവിടെ ചക്രേശ്വരൻ്റെ സങ്കല്പമാണ്. സങ്കല്പ കൽപ്പതരവഹ എന്ന് ഭാവന ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ആ സങ്കല്പം ഉണ്ടാവണം, ആ ഭാവന ഉണ്ടാവണം. ആ ഭാവന ഇല്ലാതെ പൂജ ചെയ്തു കഴിഞ്ഞാൽ യാന്ത്രികമായിട്ട് പുഷ്പമെടുക്കുന്നു പീഠത്തിലിടുന്നു എന്നല്ലാതെ ആ ഭാവനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഭാവന ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 5 വിരലുകൾക്കും പഞ്ചഭൂത തത്വങ്ങൾ പരികൽപ്പിച്ചിരിക്കുന്നത്. എല്ലാം പൃഥിവ്യാത്മികായേ ഗന്ധം കൽപ്പയാമി എന്നിങ്ങനെ. അപ്പോൾ ജലഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യങ്ങളൊക്കെ തന്നെ അർപ്പിക്കുമ്പോൾ അതിൻ്റേതായൊരു ഭാവനയുണ്ട്. എന്നിലെ ജലാംശം, എന്നിലെ പൃഥിവിയുടെ അംശം, എന്നിലെ പ്രാണവായു, എന്നിലെ തേജസ്, അതൊക്കെയും ആ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന ഭാവനയുണ്ടെങ്കിൽ മാത്രമേ ആ ഉപാസന അല്ലെങ്കിൽ പൂജ സഫലമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഭാവനാദാർഢ്യം ഉണ്ടായിരിക്കണം, ദൃഢമായ ഭാവന ഉണ്ടായിരിക്കണം, അചഞ്ചലമായ ഭാവന ഉണ്ടായിരിക്കണം, സംശയരഹിതമായ അവസ്ഥ ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് ശ്രീചക്ര പൂജയിൽ തന്നെ അവിടെ മറ്റ് പ്രക്രിയകളൊക്കെ ചെയ്ത് തീർത്ഥങ്ങളും അതുപോലെ ദ്രവ്യശുദ്ധിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പീഠപൂജ കഴിഞ്ഞ് ആ ദേവിയെ പീഠത്തിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനത്തേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. അതും ആവാഹിക്കുന്നത് എവിടെ നിന്നാണ്? സ്വന്തം ഹൃദയകമലത്തിൽ നിന്നാണ്. ആ സ്വന്തം ഹൃദയകമലത്തിൽ നിന്നും
ആ പരദേവതയെ ആവാഹിച്ച് ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനത്ത് കുടിയിരുത്തി പിന്നീട് ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ കൊടുക്കുന്നു. പാദ്യം കൽപ്പയാമി. കൽപ്പയാമി എന്നാണ് പറയുന്നത്. ഞാൻ കൽപ്പിക്കുന്നു എന്നാണ്, സങ്കല്പിക്കുന്നു എന്നർത്ഥം. പിന്നീട് ആഭരണ അവരോപണം കൽപ്പയാമി. പാദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കാല് കഴുകാനുള്ള വെള്ളം കൊടുക്കുന്നു. ആഭരണ അവരോപണം, ദേവിയുടെ ആഭരണം അഴിച്ചു വെക്കുന്നു. അതായത് ദേവി വരുന്നത് സർവാഭരണ വിഭൂഷിയായിട്ടാണ് അവിടേക്ക് വരുന്നത്. എന്നിട്ട് ദേവിയുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് സുഗന്ധി തൈലാഭ്യംഗം കൽപ്പയാമി. സുഗന്ധി തൈലം കൊണ്ട് അത് അഭ്യംഗം എന്ന് പറഞ്ഞാൽ എണ്ണ തേക്കുന്നതാണ് അഭ്യംഗം എന്ന് പറയുന്നത്. അഭ്യംഗ സ്നാനം, അഭ്യംഗം കൊടുക്കുന്നു. പിന്നീട് സ്നാനത്തിന് വെള്ള ഒരുക്കങ്ങളായി മഞ്ജനശാല പ്രവേശനം കൽപ്പയാമി. മഞ്ജനശാല മണിപീഠ പ്രവേശനം കൽപ്പയാമി. പിന്നെ ദിവ്യസ്നാനി ഉദ്വർത്തനം, സ്നാനം കൊടുക്കുന്നു, ഉഷ്ണോദക സ്നാനം. പിന്നീട് തുടപ്പിക്കുന്നു. പിന്നീട് വസ്ത്രം കൊടുക്കുന്നു, ആഭരണങ്ങൾ കൊടുക്കുന്നു എന്ന് വേണ്ട 64 ഉപചാരങ്ങൾ. എന്തിനടക്കം? ദേവിക്ക് ലിപ്സ്റ്റിക്ക് പോലും കൊടുക്കുന്നുണ്ട്. അധരയാവകം കൽപ്പയാമി. അപ്പോൾ ഇവിടെ നാം ആവാഹിച്ചിരുത്തിയ ദേവി വാസ്തവത്തിൽ ജീവപ്രതീകമാണ്, ജീവത്താണ്, ജീവത്തായ ചൈതന്യമാണ്. അല്ലാതെ കേവലം ഒരു ഭാവന മാത്രമല്ല. ആ ഭാവനയ്ക്ക് ദാർഢ്യം വരുന്ന അവസരത്തിൽ അതിന് ജീവസ്സുണ്ടായിത്തീരുന്നു. ഏത് കാര്യവും എന്താണ്? ഭാവനയുടെ ദാർഢ്യം കൊണ്ടാണ് അത് ജീവസ്സുണ്ടാകുന്നത്. രവിവർമ്മയുടെ ചിത്രങ്ങൾ ജീവസ്സുറ്റ ചിത്രങ്ങൾ പറയുന്നു. പിക്കാസോവിൻ്റെ ചിത്രങ്ങൾ. അപ്പം എന്തുകൊണ്ടാണ് അവിടെ ജീവസ് ഉണ്ടായിത്തീരുന്നത്? ആ ഭാവനാദാർഢ്യം കൊണ്ടാണ്. ഇവിടെയും അർച്ചകൻ്റെ ഭാവനാദാർഢ്യം കൊണ്ട് ദേവിയുടെ സാന്നിധ്യകല അവിടെ തെളിഞ്ഞു വരുന്നു. അവിടെ അർച്ചകസ്യ തപോയോഗാത് ശിലാഭവതി ശങ്കര. അർച്ചകന് തപസ്സുണ്ടെങ്കിൽ ശിലയെ ശങ്കരനാക്കി മാറ്റാം. അതേപോലെ അർച്ചകസ്യ തപോയോഗാത് അർച്ചനസ്യാതിശായനാത് ആഭിരൂപ്യ ച ബിംബാനാം ദേവസാന്നിധ്യമൃച്ഛതി എന്നാണ്. അർച്ചകന് തപസ് വേണം, അർച്ചനയ്ക്ക് എന്ത് വേണം? ആതിശയനം വേണം. അത് കുറേ ഷോ ആയിരിക്കണം, സൗന്ദര്യം ഉണ്ടായിരിക്കണം. ആഭിരൂപ്യാച്ച ബിംബങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളെ കൊണ്ടാണ് ദേവൻ സാന്നിധ്യം കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ പൂജിക്കുന്ന അവസരത്തിൽ അവിടെ ദേവിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമായിത്തീരും. അത് ദൃഢമായ ഭാവന ഉണ്ടായിരിക്കണം. അതാണ് ഭാവനാദാർഢ്യാത് ആജ്ഞാസിദ്ധി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സൂത്രം സർവദർശന അനിന്ദ എന്നാണ്. ഇത്തരത്തിൽ നാം പൂജിക്കുന്ന അവസരത്തിൽ മറ്റു ദർശനങ്ങളെ നിന്ദിക്കാൻ പാടില്ല. ന ബുദ്ധിവേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖ്യനാം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല ഭക്തന്മാരും ഇവിടെയുണ്ട്. പല ദേവീദേവന്മാരെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഒന്നും തന്നെ നിന്ദിക്കുവാൻ ഒരിക്കലും പാടുള്ളതല്ല. ഒരാൾ അവസാനത്തെ ജന്മത്തിൽ മാത്രമേ ശ്രീവിദ്യോപാസകനായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മറ്റ് ദേവീദേവന്മാരെ അല്ലെ മറ്റ് ഉപാസനാ പദ്ധതികളെ നിന്ദിക്കുവാൻ പാടുള്ളതല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീചക്ര പൂജയിൽ ഷഡ്ദർശന പൂജ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ശ്രീ ശങ്കരാചാര്യരാണ് ഏർപ്പെടുത്തിയത് പറയപ്പെടുന്നു. കാരണം ശങ്കരാചാര്യർ ഷൺമത സ്ഥാപകനാണ്. അതുകൊണ്ട്
ഒരു ഉപാസനാ ദർശനങ്ങളെയും നിന്ദിക്കരുത്. അതേ അവസരത്തിൽ സ്വന്തം ഉപാസന ഏറ്റവും മെച്ചമാണ് എന്നുള്ളതായ ഭാവനയും ഉണ്ടായിരിക്കണം. അതാണ് അഗണനം കസ്യാപി എന്ന് പറയുന്നത് അടുത്ത സൂത്രം. അപ്പോൾ ആരും സംശയം പാടില്ല, ഞാൻ ചെയ്യുന്നതിനേക്കാൾ മെച്ചപ്പെട്ടത് അതല്ലേ ഇതൊന്നും അങ്ങനെ സംശയം പാടില്ല. മറ്റൊന്നിനെയും നാം പരിഗണിക്കാൻ പാടില്ല. അതാണ് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപാസന എന്ത്, ഉപചാരങ്ങൾ എന്ത്, അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ള ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. അതേ അവസരത്തിൽ മറ്റ് ഉപാസനാ പദ്ധതികളെ ബഹുമാനിക്കുകയും വേണം.